ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സുഹിയോനെയും ജെയിമിനെയും ഒരുമിച്ച് കണ്ടിട്ട് വല്ലാണ്ട് ഷോക്കായി നിൽക്കുകയാണ് ഡാവോ. അവന് നല്ല സങ്കടം വരുന്നുണ്ട്. അതേസമയം അവരാണെങ്കിൽ ഇവനെ നോട്ടീസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങ് നടന്നു പോവാണ്. ഇതേസമയം എന്തുകൊണ്ടോ ഷോക്കിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് സിയോങ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന കണ്ടിട്ട് കർച്ചീഫൊക്കെ എടുത്തു കൊടുത്തിട്ട് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം ജെയിമിനെയും സുഹിനെയും കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ അവനെ കാണാത്തത് കൊണ്ട് തന്നെ അങ്ങ് നടന്നു പോവുകയാണ്. പോകുന്ന ടൈമിൽ ഇപ്പോൾ അവരെ കണ്ടതുകൊണ്ട് തന്നെ ദാവോൻ ജെയിമിനെ കോൾ ചെയ്തിട്ട് നീയാണെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഞാനിപ്പോഴും സ്കൂളിൽ തന്നെയാണെന്നും പറഞ്ഞിട്ട് അവൻ കള്ളം പറയുന്നുണ്ട്. അവൻ ആക്ച്വലി സ്കൂളിൽ എന്തോണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും സുഹ്യോൻ അവൻ്റെ അടുത്ത് വന്നിട്ട് ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ദാവോനാണെന്ന് പറയാതെ ഒരു ഫ്രണ്ടാണെന്ന് മാത്രം പറഞ്ഞിട്ട് അവരവിടെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ചെല്ലുന്നത്. അവിടെ അവർക്ക് കുടിക്കാനായിട്ട് ജെയിമിൻ പോയിട്ട് ഡ്രിങ്ക്സൊക്കെ എടുത്തുകൊണ്ട് വരാണ്. അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ വച്ചിട്ടിരിക്കുമ്പോൾ അവൻ ഭയങ്കര ലുക്കായതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന പെൺപിള്ളേരെല്ലാവരും ഇവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇത് കണ്ടിട്ട് സുഹ്യോനാണെങ്കിൽ എനിക്ക് ആ പെൺപിള്ളേരെ നിന്നെ തന്നെ നോക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജെയിമിൻ അതെന്താ നിനക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം സുഹ്യോനാണെങ്കിൽ അത് പിന്നെ നീ എൻ്റെ ചക്കനല്ലേ, എനിക്ക് ജലസാവത്തില്ലേ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവൻ്റെ കവിളിൽ തൊടുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ ജെയിമിനാണെങ്കിൽ കൈ തട്ടി മാറ്റിയിട്ട് ചുമ്മാ വല്ല കാര്യങ്ങളൊന്നും വിളിച്ച് പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ലാതിരിക്കുന്നുണ്ട്. അതേസമയം സുഹ്യോനാണെങ്കിൽ ഞാനിവിടെ എത്തിയ ടൈമിന് ദാവോനെ കോൾ ചെയ്തായിരുന്നു, മെസ്സേജ് വിട്ടായിരുന്നു. എന്നാൽ അവൻ രണ്ടിനും റിപ്ലൈ ചെയ്യുന്നില്ല. അവനിപ്പോഴും മുമ്പത്തെ പോലെ തന്നെ എന്നെ അവോയ്ഡ് ചെയ്യുവാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയിമിനാണെങ്കിൽ നീയാണെങ്കിൽ അവനെ അങ്ങ് വിട്ടേക്ക്, വെറുതെ അവൻ്റെ കാര്യം അന്വേഷിച്ചോട് നടക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോൻ അതെന്താ ഞാൻ അവൻ്റെ അടുത്ത് മിണ്ടാൻ പോകുമ്പോൾ നിനക്ക് ജലസാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജലസാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഡേറ്റ് ചെയ്യാം, നിനക്ക് എന്തായാലും അറിയാമായിരിക്കുമല്ലോ നമ്മൾ ഓൾറെഡി ഒരിക്കൽ ലവേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം എന്നിങ്ങനെ പറഞ്ഞിട്ട് എങ്കിൽ ശരി ഞാൻ പോവുക. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ഇനി വിളിക്കുമ്പോൾ അപ്പം തന്നെ കോൾ എടുത്തോണം, കോൾ എടുക്കാൻ ലേറ്റായിട്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സുഹ്യോൻ പോവുകയാണ്. അതിനുശേഷം ദാവോനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. താനാണെങ്കിൽ ജെയിമിനെയും സുഹ്യോനെയും ഒരുമിച്ച് കണ്ട കാര്യം ജെയിമിനോട് പറയാൻ എഴുതിയിട്ട് അത് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിന് പകരം നീയാണെങ്കിൽ സുഹ്യോനെ മീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടോ അവൻ അതും അങ്ങോട്ട് അയക്കുന്നില്ല. ജസ്റ്റ് ഫോൺ വെച്ചിട്ട് അവനങ്ങ് ബെഡിൽ കിടക്കുവാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ അലാറം അടിക്കുമ്പോൾ ജോലിക്ക് പോകാനായിട്ട് സിയോങ് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് ജോലിക്ക് പോകണ്ടേന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ എഴുന്നേൽക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ റെഡി ആവുന്ന ടൈമിന് ടൈ കെട്ടുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ദാവോൻ അവന് ടൈ കെട്ടി കൊടുത്തതും ക്ലോസ് ആയിട്ട് നിന്നതൊക്കെ ഇവ ആലോചിക്കുകയാണ്. അങ്ങനെ ഇവൻ തന്നെ അവനെക്കുറിച്ച് ആലോചിക്കുന്ന കണ്ടിട്ട് അവൻ തന്നെ അവൻ്റെ കവിളിൽ കുറേ പ്രാവശ്യം അടിച്ചിട്ട് ആ ഒരു ചിന്ത നിർത്തുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ കമ്പനിയിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും ദാവോൻ നടന്നു വരുന്ന കണ്ടിട്ട് ഗുഡ് മോർണിംഗ്, ഇന്നലെ നീ വീട്ടിൽ സേഫായിട്ട് എത്തിയോന്ന് ചോദിക്കുമ്പോൾ ദാവോൻ എത്തിയെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവനാണെങ്കിൽ ടൈ കാണിച്ചു കൊടുത്തിട്ട് നീ ഇന്നലെ കെട്ടിത്തന്ന പോലെയാണ് ഞാൻ കെട്ടിയത്, ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. എന്നാൽ ദാവോനാണെങ്കിൽ ഒരു എനർജി ഇല്ലാതെ സാഡായിട്ട് റിപ്ലൈ കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ സിയോണാണെങ്കിൽ ഇനിയിപ്പോൾ ഞാനങ്ങനെ ടൈ കെട്ടിയത് ശരിയായില്ലേ എന്ന് കരുതിയിട്ട് ആ ഒരു ടൈ അവൻ അഴിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ദാവോനും സിയോങ്ങും ഒരുമിച്ചൊരു ടീമായതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തോ വർക്കുള്ളതുകൊണ്ട് അത് മീറ്റിംഗ് റൂമിൽ വന്നിരുന്ന് ചെയ്യുന്നതാണ്. ആ സമയം ദാവോൻ വർക്ക് ചെയ്യുന്നില്ല, പകരം ജെയിമിന് കഴിഞ്ഞ ദിവസം അവൻ ഇങ്ങോട്ട് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് അയച്ച മെസ്സേജും, പിന്നെ സുഹ്യോനാണെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്ത് കളയരുത്, മര്യാദയ്ക്ക് എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവൻ അയച്ച മെസ്സേജൊക്കെ ഇവൻ നോക്കുന്നുണ്ട്. തിരിച്ച് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തിനു നീ ജെയിമിനെ മീറ്റ് ചെയ്തു എന്നൊക്കെ സുഹ്യോൻ്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ കളയുവാണ് അയക്കുന്നതിന് പകരം. ഇതേ സമയം അവൻ മൂഡ് ഓഫ് ആയിരിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ സിയോങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അത് പിന്നെ ഞാൻ വർക്കൊക്കെ നോക്കി ഈ ലിസ്റ്റൊക്കെ കറക്റ്റാണെന്ന് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എങ്കിൽ ഓക്കെ എൻ്റെ ഇമെയിലിലോട്ട് സെൻഡ് ചെയ്താൽ മതി, നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞെങ്കിൽ പോകാമെന്നും പറഞ്ഞ് എഴുന്നേക്കാൻ നിൽക്കുകയാണ്. എന്നാൽ ആ സമയം സിയോങ് അവനെ തടങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന് വെച്ചപ്പോൾ അവൻ ഇല്ല എനിക്ക് വിശപ്പില്ല നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം സിയോങ് തിരിച്ചൊന്ന് സീറ്റ് ഇരിക്കുമ്പോൾ ദാവോൻ തൊട്ടടുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആലോചിക്കുകയാണ് രാവിലെ തൊട്ടേ അവനൊരുമാതിരി മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണോ കേട്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന്. ആ സമയം മാനേജർ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് പറ്റി
പറ്റി ദാവോന് വയ്യെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം സിയോങ് എന്താ അറിയത്തില്ല എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അവൻ നേരത്തെ മരുന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, എന്ത് പറ്റി അവന് വയ്യെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സിയോങ്ങും അപ്പോൾ അവന് വയ്യേ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം മാനേജർ ശരി ശരി നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അതേസമയം ദാവോനെ കാണിക്കുമ്പോൾ അവൻ എങ്ങോട്ടോ പോവാണ്. ആ സമയം ഫോൺ നോക്കിയപ്പോഴത്തേക്കും ജെയ്മിൻ അവന് തിരിച്ച് റിപ്ലൈ ഇട്ടേക്കാണ്. അതായത് നമുക്ക് ഇന്ന് പോകാമെന്ന്. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവൻ ജെയ്മിന് കഫേയിലിരിക്കുന്ന ടൈമിന് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ വർക്ക് കഴിഞ്ഞോ നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകാമോ എന്ന്. ആ സമയം ജെയ്മിൻ തിരിച്ച് റിപ്ലൈ കൊടുത്തത് എൻ്റെ വർക്ക് കഴിഞ്ഞില്ല ഇറങ്ങാൻ ലേറ്റാകുമെന്നായിരുന്നു. ആ സമയത്തായിരുന്നു പക്ഷേ കറക്റ്റ് അവൻ ജെയ്മിനെയും പിന്നെ സുഹിയോനെയും ഒരുമിച്ച് അവിടെ വെച്ച് കണ്ടത്. അതുകൊണ്ട് തന്നെ ജെയ്മിൻ തന്നോട് കള്ളം പറഞ്ഞതാണെന്നുള്ള കാര്യം ഇവനറിയായിരുന്നു. ജെയ്മിനെ പിന്നെ കോൾ ചെയ്തപ്പോഴും ജെയ്മിൻ പറഞ്ഞത് വെച്ചിട്ട് കള്ളമാണെന്ന് അവൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ജെയ്മിൻ ഇപ്പോൾ നമുക്ക് ഇന്ന് പോകാം ഡിന്നർ കഴിക്കാനായിട്ട്, ഞാനാണെങ്കിൽ ഇന്നലെ ഇറങ്ങാനായിട്ട് ലേറ്റായി പോയി എന്നിപ്പോൾ മെസ്സേജ് ഇടാണ്. ആ സമയം ദാവൂന് നന്നായിട്ട് അറിയാം അവൻ കള്ളം പറയുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ കള്ളം പറയുവാണല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദേഷ്യത്തിരിക്കുകയാണ്. ആ സമയം കറക്റ്റ് അവനാണെങ്കിൽ സുഹിയോൻ കോൾ ചെയ്യുന്നുണ്ട്. എന്നവൻ കോൾ കട്ടിയാണ്. സുഹിയോനപ്പോൾ മെസ്സേജ് ഇട്ട് എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാതെ മര്യാദയിൽ കോൾ എടുക്കും, ഞാൻ ഇന്നലെ ആരെയാണ് മീറ്റ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും കോൾ എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ജെയ്മിനെയാണ് മീറ്റ് ചെയ്തതെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്നതും കണ്ടിട്ട് ദാവനാണെങ്കിൽ ദേഷ്യത്തോടെ അങ്ങോട്ട് കോൾ ചെയ്തിട്ട് നീ ആരാന്ന് എൻ്റെ വിചാരം, മര്യാദയ്ക്ക് ജെയ്മിനെ മീറ്റ് ചെയ്ത് നിർത്തിക്കോ, എൻ്റെ ജെയ്മിൻ്റെ ലൈഫിലോട്ട് ഇനി മേലെ കയറിയരുത്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഇനി മേലെ ശല്യം ചെയ്യാൻ വരരുതെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. ആ സമയം ഇവനിങ്ങനെ കോൾ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു സുഹിയോന്. അവനിപ്പോൾ അവൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. അങ്ങനെ കോൾ കട്ടായതും അവനാണെങ്കിൽ ഫോൺ ടേബിളിൽ വയ്ക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് വീണ്ടും കോൾ വരുന്നതും അവനായിരിക്കും വരുന്നത് നോക്കുമ്പോൾ അവൻ്റെ അമ്മയാണ് വിളിച്ചത്. അങ്ങനെ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ അമ്മയാണെങ്കിൽ മറ്റേ കമ്പനിയിലെ ആ ഒരാളുടെ മോളാണെങ്കിൽ ഇവിടെ ഉണ്ട്, നീ പോയി അവളെ മീറ്റ് ചെയ്യ്, നിങ്ങളുടെ രണ്ടുപേരും കല്യാണക്കാരും ഉറപ്പിക്കാനാണെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ നിൻ്റെ അച്ഛനല്ലേ പറഞ്ഞത് നീ കല്യാണം കഴിച്ചാൽ മാത്രമേ കമ്പനി കിട്ടുള്ളൂ എന്ന്. അത് സത്യം പറ നീ ഇപ്പോഴും ആ ചെക്കനെയും ഡേറ്റ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒന്ന് നിർത്ത് ഞാൻ പോയി അവളെ കണ്ടോളാന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ ദേ മുമ്പത്തെ പോലെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ ഇട്ടിട്ട് വന്നേക്കരുതെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ മനസ്സിലായി എന്ന് പറയും കോൾ കട്ട് ചെയ്യാണ്. ആ സമയം അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പെങ്കൊച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അവൾ വരുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ താഴോട്ടോ പിന്നെ രാവിലെ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ പെട്ടെന്ന് വയസ്സാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുകയാണ്. ആ സമയം അവൻ ഇങ്ങനെ അങ്ങ് പോവുകയാണെന്ന് നോക്കുമ്പോൾ അവൾ ഓടി വന്ന് അവളൊരു കിസ്സും കൂടെ കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ്. അതിനുശേഷം വീണ്ടും അവൻ്റെ ഫോൺ നോക്കുമ്പോൾ അവൻ്റെ അമ്മ വെനസ്ഡേ അവളുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ഞാനാണെങ്കിൽ എല്ലാം റെഡിയാക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സിയോങ്ങിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ബാക്കി കമ്പനിയിലുള്ളവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എന്നാൽ അവൻ അവരുടെ അടുത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് ഒരാൾക്ക് മെസ്സേജ് ഇട്ട് അതായത് കമ്പനിയിലുള്ള ഒരാൾക്ക് മെസ്സേജ് ഇട്ട് നിങ്ങൾ പൊക്കോ ഞാൻ വന്നോളാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ കടയ്ക്കകത്ത് കയറിയിട്ട് ഇപ്പോൾ ദാവോന് വയ്യാത്തതുകൊണ്ട് തന്നെ പനിക്കുള്ള മരുന്ന്, ജലദോഷത്തിനുള്ള മരുന്ന്, തൊണ്ടവേദന, ദേഹം വേദന, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂക്കിൽ നിന്ന് ചോര വന്നതിന് അതിനൊക്കെ ഉള്ള മരുന്നെന്ന് പറഞ്ഞിട്ട് കുറേ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് എടുത്തു കൊടുക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ മരുന്ന് വാങ്ങുന്ന കണ്ടപ്പോഴത്തേക്കും മിക്കവാറും അയാൾക്ക് എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് കരുതിയിട്ട് ഇപ്പോൾ സിയോങ്ങിൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ മരുന്ന് വാങ്ങുന്നതിനേക്കാളും ഒന്ന് ഡോക്ടറിനെ പോയി കാണുന്നിരിക്കുന്ന നല്ലതെന്ന് പറയുമ്പോൾ സിയോങ്ങും ദൈവമേ എന്നുള്ള രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ തിരിച്ചിങ്ങി വന്നിട്ട് ദാവോൻ്റെ സീറ്റിലേക്ക് ഈ മരുന്ന് വയ്ക്കുകയാണ്. കൂടെ സ്റ്റിക്കി നോട്ടും കൂടെ ഒട്ടിച്ച് വെച്ചിട്ട് വയ്യെങ്കിൽ തുറന്ന് പറയണ്ടേ, പിന്നെ ആ ഒരു വാച്ച് പൊട്ടിച്ചതിനുള്ള പൈസ നീ എൻ്റെ നിന്ന് വാങ്ങിച്ചില്ലല്ലോ, അതിന് പകരമായിട്ട് ഞാൻ ഈ മരുന്ന് തരുന്നതെന്ന് കരുതിയാൽ മതി, ഒരു ടീം മെമ്പർ ഉണ്ടെങ്കിൽ ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ട് ആ സ്റ്റിക്കി നോട്ടോടെ ഒട്ടിച്ച് വയ്ക്കുകയാണ്. ആ സമയം ദാവനാണെങ്കിൽ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ്റെ സീറ്റിൽ ഇരിക്കുന്ന ടൈമിനാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെങ്കൊച്ച് ഓടി വന്നിട്ട് എല്ലാവരോടും ഓടി വന്ന് താഴെയാണെങ്കിൽ ഭയങ്കര ബഹളം നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ദാവോൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നിട്ട് സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് എൻ്റെ മോനെ ഒന്ന് വിളിക്കുക, എനിക്ക് കണ്ടേ പറ്റുള്ളൂ, വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, എനിക്കിങ്ങനെ തന്നെ വരണം, അവനെ വളർത്തി വലുതാക്കി എന്നാൽ അവനെ നേരെ നോക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ അവനൊന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഗാർഡ്സ് പറഞ്ഞു വിടാൻ നോക്കിയിട്ടും ഇയാൾ പോകുന്നില്ല. അതേസമയം അങ്ങോട്ടേക്ക് ദാവോൻ വന്നിട്ട് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അയാൾ മോനെ മോനെ എന്ന് പറഞ്ഞിട്ട് പുറകെ പോവാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ട് അയാളെ വലിച്ചെടുത്തുകൊണ്ട് ഇവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം ദാവോൻ നോക്കുമ്പോൾ സിയോങ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നതായിട്ടും ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനെയും കൊണ്ട് കമ്പനിയുടെ പുറത്തായിട്ടങ്ങ് മാറി നിന്നിട്ട് അയാളടുത്ത് ഇനി മേലെ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ ഞാൻ ചെയ്തതിനെല്ലാത്തിനും സോറി, കൊണ്ട് കളഞ്ഞ പൈസ എല്ലാം ഞാൻ 5 ഇരട്ടിയായിട്ട് തിരിച്ച് പിടിക്കാം, പക്ഷേ നീ ഇപ്പോൾ എനിക്ക് കുറച്ച് പൈസ ഒന്ന് സഹായിക്കും, ഞാൻ കാരണമാണ് നീ ഇപ്പോൾ ഇത്രയും വലിയ കമ്പനിയിൽ നിൽക്കുന്നു വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നീ എനിക്ക് മര്യാദയ്ക്ക് പൈസ തരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം താവോൻ നിങ്ങൾക്ക് വേണ്ടി അല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല സ്ഥലത്ത് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തേനെ, പിന്നെ നിങ്ങളെൻ്റെ ഫാമിലിയൊന്നും അല്ല, അതുകൊണ്ട് മേലെ എന്നെ കാണാൻ വരുതെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അയാളെ അവിടെ ഇട്ടിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതേസമയം ജെയ്മിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ സ്കൂളിൽ നിൽക്കുകയാണ്.
അതേ ടൈമിന് തന്നെ കഴിഞ്ഞ ദിവസം അവന് തിരിച്ച് റിപ്ലൈ ആയിട്ട് ദാവൂന് അയച്ച മെസ്സേജ് അവൻ കാണുന്നുണ്ട്. ആ സമയം വർക്ക് കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് ഇവ ലേറ്റാവും എന്ന് പറഞ്ഞപ്പോൾ ദാവൂനാണെങ്കിൽ ഞാനും കുറച്ച് ലേറ്റാവും, ഇപ്പം ഞാൻ ഒരു കഫേയിലേക്ക് വന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതും ജോലി സ്ഥലത്തിൻ്റെ അടുത്തുള്ള കഫേയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയിമിനൊരു ഡൗട്ട് വരാണ്, അതേ സ്ഥലത്ത് തന്നെയല്ലേ താനും സുഹ്യോനും വന്നിറങ്ങിയത്, അപ്പോൾ ഒരുപക്ഷെ ഇവനാണെങ്കിൽ അവരെ കണ്ടിട്ടുണ്ടാവുമെന്ന്. എന്നാൽ അത് കൂടുതൽ ആലോചിക്കാൻ ഇവന് ടൈം കിട്ടുന്നില്ല. കാരണം ആ നേരം കൊണ്ട് ദാവൂൻ്റെ അച്ഛൻ ഇവനെ കോൾ ചെയ്യാണ്. ഈ സമയം ദാവൂൻ തിരിച്ച് കമ്പനിയിലേക്ക് വന്നിട്ട് ലിഫ്റ്റിലേക്ക് കയറുവാണ്. ആ സമയം ലിഫ്റ്റിൻ്റെ അകത്ത് ഈ സീൻ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവൻ കയറി വരുമ്പോഴത്തേക്കും അവൻ്റെ മുന്നിൽ നിന്ന് തന്നെ എന്തുവായിരുന്നല്ലേ ആ കിടന്ന് ബഹളം വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ ഇവരുടെ മുന്നിൽ നിൽക്കാൻ ദേഷ്യവും ഒരുമാതിരിയൊക്കെ വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം ഇവനാണെങ്കിൽ ഇവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് സീറ്റിൽ ചെന്നിരിക്കുമ്പോഴായാലും അവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇവനെ തന്നെ നോക്കുന്നുണ്ട്. ആ സമയമാണ് സിയോങ് ആണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് വെച്ച മരുന്ന് അവൻ കാണുന്നത്. ആ സമയം ആ സ്റ്റിക്കി നോട്ട് അവൻ കാണുന്നുണ്ട്. എന്നാൽ നോക്കിയപ്പോൾ സിയോങ് അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല. അതേസമയം ദാവൂൻ നോക്കുമ്പോൾ ഓഫീസിലുള്ള ആരോ അവൻ്റെ അച്ഛനാണെങ്കിൽ ഇവിടെ ഓഫീസിൽ കിടന്നുണ്ടാകുന്ന പ്രശ്നം അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് ഇയാളത്ത് ഷൗട്ട് ചെയ്യുന്ന സംഭവമൊക്കെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഓഫീസിലുള്ള കുറേ പേര് കണ്ടിട്ട് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ദാവൂൻ റിച്ച് ഒന്നും അല്ലാന്ന്. അവനാണെങ്കിൽ ഫുള്ള് കള്ളത്തരമാണ്. അവനെപ്പോഴും ഡിസൈനർ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും അതവനാണെങ്കിൽ പാവപ്പെട്ടവനാണെന്ന് കാണിക്കാതിരിക്കാൻ മനഃപൂർവ്വം അഭിനയിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റിച്ചാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെയാണ് ഒരു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്യാൻ തോന്നുന്നത്. അവനാണെങ്കിൽ ഭയങ്കര കള്ളം പറയുന്ന ഒരുത്തനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ഇടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ക്യാൻറ്റീനിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 3-4 പേരിരുന്ന് ഇവനെക്കുറിച്ച് ഇതേ സെയിം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം അവർ തന്നെ പറയുന്നുമുണ്ട്, പക്ഷേ അവൻ തന്നെ പറഞ്ഞില്ലല്ലോ അവൻ റിച്ചാണെന്ന്, ഇത് താനേ ഉണ്ടായെന്ന റൂമറല്ലേ എന്നൊക്കെ. എന്നാലും അതിനുള്ള എക്സ്പ്ലനേഷൻ അവൻ തന്നെ തരണം. അങ്ങനെ ഒരു റൂമറാണെങ്കിൽ അതാണെങ്കിൽ ഒഴിവാക്കി വിടാനും നോ പറയാനും അവനറിയാമല്ലോ. എന്നിട്ടും അവനത് കേട്ടോണ്ടിരുന്നില്ലേ. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ അവനെക്കുറിച്ച് പൊഴുതി പറയുന്നത് കേൾക്കാൻ അവൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തൊട്ടടുത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് സിയോങ് നിൽപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവരുടെ അടുത്ത് ഒരാളെക്കുറിച്ച് വെറുതെ കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ അയാളെക്കുറിച്ച് ഇങ്ങനെ മോശം പറയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ്റെ അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ അവ അറിയാതെ അവനെക്കുറിച്ച് ഇങ്ങനെ മോശം പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവരും ശരിയാന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ ആ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ദാവൂനെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ തല കുനിച്ച് പോവുകയാണ്. അങ്ങനെ ദാവൂനപ്പോൾ സിയോങ്ങിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ നീ എല്ലാം കേട്ടല്ലേ, അത് പിന്നെ നിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതിന് സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇല്ല താങ്ക് യു സോ മച്ച്, ആ മരുന്ന് തന്നതിനും പിന്നെ ഇപ്പോൾ അവരുടെ അങ്ങനെയൊക്കെ സംസാരിച്ചതിനും നമ്മളൊരു ടീമല്ലേ, അതുകൊണ്ട് പിന്നെ താങ്ക് യു പറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു കപ്പിലെടുത്തുകൊണ്ട് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. ആ സമയം സിയോങ് വന്നിട്ട് ദാവൂൻ്റെ കൈ പിടിച്ചിട്ട് നമ്മൾ ഒരു ടീമല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ചുണ്ടായിരിക്കണ്ടേ, അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവൂൻ ഞാൻ വരാമെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഇവർ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ആ സമയം ദാവൂൻ്റെ അടുത്ത് സിയോങ് പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും സ്ഥലത്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ നിന്നെ, പക്ഷേ അടുത്ത പ്രാവശ്യം ഇതിലും വലിയ അടിപൊളിയായിട്ട് ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും ദാവൂൻ അടുത്ത പ്രാവശ്യം ഞാൻ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. ആ സമയം സിയോങ് ആണെങ്കിൽ വീക്കെൻഡിൽ നീ എന്തൊക്കെയാണ് ചെയ്യാറെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട് ക്ലീൻ ചെയ്യും, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് സിയോങ് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഞാൻ വീക്കെൻഡിൽ വർക്കൗട്ട് ചെയ്യും, പിന്നെ സിനിമ കാണും, അതും സിനിമ കാണുന്നത് ഹൊറർ സിനിമ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവൂനും ഞാനും അങ്ങനെ ഹൊറർ സിനിമ മാത്രമേ കാണത്തുള്ളൂ, നീയാണെങ്കിൽ ബിറ്റ്വീൻ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും അത് ഞാൻ കണ്ടില്ല, ഇതുവരെയായിട്ട് അത് ഓൺലൈനിൽ വന്നില്ല, ഞാൻ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറില്ല, എപ്പോഴും ഓൺലൈനിലാണ് കാണാറ്. തിയേറ്ററിൽ പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഒരുപക്ഷെ അവിടെ ഇരുന്ന സിനിമയുടെ വോളിയം ഭയങ്കര ഹൈ ആയതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് പ്രേത സിനിമ കാണാൻ പേടിയായതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവൂനും അതൊക്കെ കേട്ടിട്ടിരിക്കുമ്പോൾ അവൻ്റെ അനിയത്തി അവനെ കോൾ ചെയ്തിട്ട് ചേട്ടാ അച്ഛനാണെങ്കിൽ ജെയിമിനെ വിളിച്ചിട്ട് പൈസ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഓക്കെ ഞാൻ ഉടനെ തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ സിയോങ്ങിൻ്റെ അടുത്ത് സോറി വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോയേ പറ്റുള്ളൂ, ഇപ്പോൾ ഇങ്ങനെ ഡിന്നർ നിൻ്റെ കൂടെ കഴിക്കാതെ പോകുന്നതിന് പകരമായിട്ട് ഞാൻ നിനക്ക് ഫുഡ് അടുത്ത പ്രാവശ്യം ട്രീറ്റ് ചെയ്യാം സോറി എന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ നിൽക്കുകയാണ്. സിയോങ് അപ്പോൾ അവൻ്റെ കൈ പിടിച്ച് തടഞ്ഞിട്ട് നീ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരണ്ട, പകരം ഈ ആഴ്ച വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സിനിമ കാണാൻ പോകാമെന്ന് പറയുന്നുണ്ട് തിയേറ്ററിൽ. ആ സമയം ദാവൂനും ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോവുകയാണ്. അവനങ്ങനെ നേരെ ജെയിമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാ അങ്ങനെ ചെയ്തത്, എന്തിനാ എൻ്റെ അച്ഛന് ക്യാഷ് കൊടുത്തതെന്ന് വെച്ചപ്പോൾ നിൻ്റെ അനിയത്തിയാണോ പറഞ്ഞതെന്ന് അവൻ ചോദിക്കുകയാണ്. ദാവൂൻ അപ്പോൾ നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, പൈസ കിട്ടിയാൽ അത് എൻ്റെ അച്ഛൻ കൊണ്ട് കളയൂന്ന് നിനക്ക് അറിയാമെന്നുള്ളതല്ലേ, പിന്നെ നീ എന്തിനാ ഇപ്പോഴും പൈസ കൊടുത്തേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദാവൂൻ്റെ അടുത്ത് ജെയിമിനാണെങ്കിൽ അത് പിന്നെ അതെല്ലാം അഫോർഡ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവൂൻ പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവണം ഈ രീതിയിലായിരിക്കണം എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജെയിമിനാണെങ്കിൽ ദാവൂനെ കൊണ്ട് അവിടെ സോഫയിൽ ഇരുത്തിയിട്ട് ഓക്കെ സോറി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ സോറി കേൾക്കാനൊന്നും അല്ല ഞാനാണെങ്കിൽ നിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്,
നീ മുമ്പ് എൻ്റെ അനിയത്തിക്ക് പൈസ കൊടുത്ത് സഹായിച്ചു, ഇപ്പോൾ എൻ്റെ അച്ഛന് പൈസ കൊടുക്കുന്നു. നീ ഇങ്ങനെ എൻ്റെ ഫാമിലിക്ക് ഇങ്ങനെ പൈസ കൊടുത്ത് നമുക്ക് മൊത്തത്തിൽ നിന്നിൽ ആശ്രയിക്കണം എന്നൊരു സിറ്റുവേഷൻ വരണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ എൻ്റെ പാരൻസ് ഇനി വിളിക്കുവാണെങ്കിൽ നീയാണെങ്കിൽ അവർ ഇഗ്നോർ ചെയ്തേക്ക്. എൻ്റെ പാരൻസിൻ്റെ കാര്യം ഇനി നീ അങ്ങോട്ട് ആലോചിക്കാൻ നിൽക്കണ്ട, അവരാരും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയ്മിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയേണ്ടെന്ന് പറയാണ്. എന്നാൽ ആ ഒരു ഡയലോഗ് അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പറഞ്ഞത്. എന്നിട്ട് ജെയ്മിൻ ആദ്യം കാര്യം പറയാണ്, അതായത് ഇന്നലെ സുഹ്യോൻ എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും എൻ്റെ അടുത്ത് ഡേറ്റ് ചെയ്യണം, ലവർ ആവണമെന്നൊക്കെ പറഞ്ഞു വന്നു. ഞാൻ എന്ത് റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്കും ദാവോനാണെങ്കിൽ മുമ്പ് എപ്പോഴും ഫ്ലാഷ് ബാക്കിൽ നടന്ന ഒരു സംഭവം ആലോചിക്കുകയാണ്. അതായത് സുഹ്യോനാണെങ്കിൽ ജെയ്മിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതും ആ തടയാനായിട്ട് വരുന്ന ദാവോനെ അവരെ തള്ളി മാറ്റുന്നതും ഒക്കെ. അങ്ങനെ ആ ഒരു കാര്യം അവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോൾ ജെയ്മിനാണെങ്കിൽ ഞാനവനെ റിജക്റ്റ് ചെയ്യട്ടെ, വേണോ വേണ്ടേ എന്നിങ്ങനെ ഇവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ വേണം എന്നുള്ള രീതിയിൽ അവനാണെങ്കിൽ തലയാട്ടുന്നുണ്ട്. ആ സമയം ജെയ്മിനാണെങ്കിൽ ഓക്കെ ഞാനവനെ റിജക്റ്റ് ചെയ്യാം, പിന്നെ ഇന്ന് രാത്രി നീ ഇവിടെ നിൽക്കുമെന്നും പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ദാവൻ ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും ബെഡിൽ ജെയ്മിൻ ഉണ്ടായിരുന്നില്ല, അവൻ ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാവൻ നോക്കുമ്പോഴത്തേക്കും അവനും ജെയ്മിനും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയൊക്കെ ജെയ്മിനും അവൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ ജെയ്മിനും തന്നെ ഇഷ്ടമായിരിക്കോ, താനാ ഇഷ്ടമൊക്കെ തുറന്ന് പറയട്ടെ എന്ന്. അങ്ങനെ അതും ആലോചിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ജെയ്മിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത് ഇവൻ കാണുവാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പറഞ്ഞേക്കാമെന്ന് എഴുതിയിട്ട് ചെന്ന് ജെയ്മിനെ അങ്ങ് ഹഗ് ചെയ്തിട്ട് എനിക്കിതിനെ ഇഷ്ടമാണ്, എനിക്കിതിനെ ആദ്യം തൊട്ടേ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയ്മിൻ ഇത് കേട്ട് നിന്നിട്ട് പതുക്കെ അവൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് നീ എപ്പോഴും എല്ലാം ആലോചിച്ച് ചെയ്യുന്നൊരു പയ്യനല്ലേ, പിന്നെ എന്തിനാ ഇതുപോലെ ലൈനൊക്കെ ക്രോസ് ചെയ്ത് വന്നിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാൻ നോക്കെന്ന് പറഞ്ഞിട്ട് ജെയ്മിൻ അപ്പോൾ തന്നെ വർക്കിനായിട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദാവോനാണെങ്കിൽ ജോലിക്ക് പോകുമ്പോഴത്തേക്കും ഈ നടന്ന കാര്യം ആലോചിക്കുവാണ്. എന്നിട്ട് അവൻ ആലോചിക്കുകയാണ്, ജെയ്മിന് ഇനി ഒരുപക്ഷെ എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടായിരുന്നിരിക്കുമോ, ചിലപ്പോൾ സുഹ്യോൻ തിരിച്ചു വന്നതുകൊണ്ട് അവൻ വീണ്ടും സുഹ്യോനെ സ്നേഹിച്ച് തുടങ്ങിയതായിരിക്കുമോ, അതുകൊണ്ടായിരിക്കുമോ അവനിപ്പോൾ എന്നെ റിജക്റ്റ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയം മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ മാറുന്നില്ല, ആ മഴയെ തന്നെ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം സിയോങ് വന്നിട്ട് പെട്ടെന്ന് അവന് കുട പിടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ സമയം തന്നെ ദാവോൻ്റെ ബോധം പോയിട്ട് സിയോൻ്റെ അടുത്തേക്ക് ചാങ്ങി വീഴുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സിയോങ് ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നല്ല പനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്, ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ നോക്കിയിരിക്കുമ്പോൾ ദാവോന് ബോധം വരുന്നുണ്ട്. അവനങ്ങനെ എഴുന്നേൽക്കുമ്പോൾ സിയോങ് ആണെങ്കിൽ നിനക്ക് നല്ല പനിയുണ്ട്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് വർക്കിന് പോകണമെന്ന് പറയാണ്. ആ സമയം സിയോങ് വേണ്ട ഞാൻ മാനേജറിൻ്റെ അടുത്ത് ഓൾറെഡി നീ വരത്തില്ല എന്ന് വിളിച്ച് പറഞ്ഞു എന്ന് പറയാണ്. എന്നാലും ദാവോന് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ നേരത്തെ മഴയത്ത് തന്നെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിയോനാണെങ്കിൽ ഇതാ നിൻ്റെ നനഞ്ഞ ഷർട്ട് അത് ഉണക്കിയിട്ടുണ്ട്, പിന്നെ നിൻ്റെ ജാക്കറ്റ് അത് പിന്നെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തേക്കുക, പിന്നെ വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും പിന്നീട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വർക്ക് കഴിയുമ്പോഴത്തേക്കും ദാവോൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ ആ മീറ്റിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുവാണ്. ആ സമയം വീണ്ടും ദാവോൻ ഒരുമാതിരി ഇരിക്കുമ്പോൾ സിയോങ് അവൻ്റെ അടുത്ത് നീ ശരിക്കും ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദാവോൻ ഇല്ലയെന്ന് പറയാണ്. ആ സമയം സിയോങ് ആണെങ്കിൽ എനിക്ക് സാധാരണ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ആരുടെ അടുത്തും തുറന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങ് കരയും, അപ്പോൾ പിന്നെ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് പറയാണ്. ദാവോനപ്പോൾ അതെന്താ എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുക്കുമ്പോഴത്തേക്കും അല്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ആ സമയമാണ് ഇവൻ്റെ ജാക്കറ്റ് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ട് വാങ്ങിച്ചില്ല എന്നുള്ള കാര്യം സിയോങ് ആലോചിക്കുന്നത്. അങ്ങനെ സിയോങ് ആണെങ്കിൽ ഇതിൻ്റെ ജാക്കറ്റ് അത് ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാനായി തുടങ്ങുകയാണ്. എന്നാൽ ആ സമയം ഈ ദാവോനാണെങ്കിൽ വേണ്ട ഞാൻ പോകാമെന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ദാവോനപ്പോൾ സുഹ്യോൻ കോൾ ചെയ്യാണ്. എന്നാൽ ഇവൻ കോൾ കട്ട് ചെയ്തിട്ട് എന്നെ കോൾ ചെയ്യുന്നത് നിർത്താനായിട്ട് പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ കമ്പനിക്കകത്തേക്ക് സുഹ്യാനാണെങ്കിൽ കോൾ ചെയ്യുന്നത് നിർത്താനോ എന്നും പറഞ്ഞ് ഷൗട്ട് ചെയ്ത് വന്നിട്ട് ഇവൻ്റെ കൈ പിടിച്ച ശേഷം നീയാണെങ്കിൽ ഇന്നലെ ജെയ്മിൻ്റെ സ്ഥലത്താണോ സ്റ്റേ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ഇന്നും ചോദിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.